ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളെ അപമാനിച്ചിട്ടില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പരാതി പറഞ്ഞവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കോൺഗ്രസിന്റെ രീതിയല്ലെന്നും ഒരു സ്ത്രീകളെയും അപമാനിച്ചിട്ടില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ പ്രതികരിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നില്ലേ, അതിനാൽ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. രാഹുലിനെ എവിടെയും വെള്ളപൂശിയിട്ടില്ല എന്നുമായിരുന്നു ശ്രീകണ്ഠന്റെ ന്യായീകരണം. രാഹുലിനെതിരായ പരാതി പുകമറയാണ്. ഞാൻ ആരെയും സംരക്ഷിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒരിക്കലും പരാതി പറയുന്നവരെ കോൺഗ്രസ് അധിക്ഷേപിക്കില്ല. കോൺഗ്രസിന്റെ നടപടി വളരെ വേഗത്തിലായിരുന്നു. പരാമർശം തെറ്റായി തോന്നുന്നുവെങ്കിൽ പിൻവലിക്കുന്നു. അല്പവസ്ത്രധാരികളെന്ന് സമൂഹ മാധ്യമത്തിൽ വന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീകളെയും അപമാനിക്കുന്ന സമീപനം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. 3.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് പരാതി വന്നു എന്ന് അന്വേഷിക്കണമെന്നും ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ആരോപണം ഉന്നയിച്ചവർ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്നുമായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ മുന്നേ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വ്യക്തമാക്കിയത്. 3.5 വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് പരാതി വന്നു? എന്താണ് ഇതിന് പിന്നിൽ? ഈ ആരോപണം ഉന്നയിച്ചവരുടെ രീതിയും നടപ്പും മന്ത്രിമാരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രവുമൊക്കെ വന്നല്ലോ. ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണം. എല്ലാ കാര്യങ്ങളും പുറത്തുവരും, വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.